എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര. പ്രതിരോധശേഷി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം വൈറ്റമിൻ സി ഈക്വൽസ് ഇമ്മ്യൂണിറ്റി എന്നുള്ള തരത്തിലാണ് ആൾക്കാർ അതിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റമിൻ സിയെക്കുറിച്ച് അറിഞ്ഞും അറിയാതെയും ആൾക്കാർ ഒരുപാട് അതിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് വൈറ്റമിൻ സിയെക്കുറിച്ച് വളരെ ബ്രീഫായിട്ടൊന്ന് അറിയാം. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആൻറ്റി സ്കർവി അല്ലെങ്കിൽ സ്കർവി രോഗത്തെ തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് മെയിൻലി വൈറ്റമിൻ സി അറിയപ്പെടുന്നത്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ജീവിവർഗങ്ങളിലും അത് സ്വന്തമായി നിർമ്മിക്കപ്പെടുന്നു, എക്സെപ്റ്റ് ഫോർ ഹ്യൂമൻസ്. മനുഷ്യരിൽ വൈറ്റമിൻ സി നിർമ്മാണം സാധ്യമല്ല. സ്വന്തമായി ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നില്ല എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്ത് ആവശ്യത്തിലധികമായി എത്തുന്ന വൈറ്റമിൻ സി സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ സിയുടെ അളവ് ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും സപ്ലിമെൻറ്റ്സിനെക്കാട്ടിലും ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമ്മൾ വൈറ്റമിൻ സി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനും അതുപോലെ തന്നെ പല രോഗാവസ്ഥയിലും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വൈറ്റമിൻ സിക്ക് സാധ്യമാണ്. ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തന്നെയാണ്. അതിൽ തന്നെ മെയിൻലി സിട്രസ് ഫ്രൂട്ട്സ് ആണ് ഇതിൻ്റെ മെയിൻ സോഴ്സ്. അതായത് നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, കിവി, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ, തക്കാളി, ബ്രോക്കോളി, ചീര, അതുപോലെ തന്നെ പാലക്ക് ചീര, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, മോര്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ സിയുടെ നമ്മുടെ ശരീരത്തിലുള്ള കുറച്ച് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന നിലയിൽ ശ്വേത രക്താണുക്കളെ നിർമ്മിച്ച് പ്രതിരോധം തീർത്താണ് വൈറ്റമിൻ സി പ്രവർത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇത് കൂടാതെ പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവരിലെ രക്തക്കൊള്ളുകളുടെ സങ്കോചത്തിന് കാരണമാകുന്ന എൻഡോതെലി എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നോർമൽസിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ചീത്ത കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് LDL കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുന്നത് വഴി നമ്മുടെ ഹാർട്ടിനുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വിളർച്ചയെ തടയാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയതും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ആഗിരണം മെച്ചപ്പെടുന്നു. അങ്ങനെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർമ്മശക്തി കൂട്ടാൻ, അതായത് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ സിയുടെ ഒരു മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ സിസ്റ്റത്തിലും തന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ വൈറ്റമിൻ സിയുടെ ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മെയിൽസിലും ഫീമെയിൽസിലും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിലും പ്രഗ്നൻറ്റ് വുമൻസിലും വ്യത്യസ്തമാണ്. അവർക്കത് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ടും സ്കർവി രോഗമാണ് വരുന്നത്. ഇത് വളരെയധികം റയറാണ്. അതായത് 1 അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതലായിട്ടും നമുക്ക് 10 മില്ലിഗ്രാമിലൊക്കെ താഴെ മാത്രമാണ് വൈറ്റമിൻ സി ലഭിക്കുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയുടെ ഒരു സാധ്യത ഉണ്ടാവുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ക്ഷീണം, എല്ലുകളുടെ രോഗം, ഒരു ജോയിൻറ്റ് പെയിന്, മോണയിൽ നിന്നുള്ള ബ്ലീഡിങ്, നമ്മുടെ മുടിയുടെ അറ്റം പിളരുക, പിന്നെ അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് ഡിലേ ആകുക, ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൂടാതെ ചില ആൾക്കാരിൽ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാണാൻ സാധ്യതയുണ്ട്. അതായത് ക്രോണിക് ചെയിൻ സ്മോക്കേഴ്സിൽ, അല്ലെങ്കിൽ തിളപ്പിച്ച പശുവിൻ്റെ പാല് അധികമായിട്ട് കുടിക്കുന്നവരുടെ കൊച്ചുകുട്ടികളിലൊക്കെ, പശുവിൻ്റെ പാല് മാത്രം ഒരുപാട് കുടിക്കുന്ന കൊച്ചുകുട്ടികളിലൊക്കെ, അതുപോലെ തന്നെ കിഡ്നി ഡിസീസസ് എന്തെങ്കിലും ഉള്ളവരിൽ, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവരിലൊക്കെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാണാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ അളവ് കൂടിയാലും പ്രശ്നമാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി നമ്മൾ അധികമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അബ്ഡോമിനൽ ബ്ലോട്ടിങ്, അതായത് ഒരു വയറ് വീർപ്പ്, നമുക്ക് ഹേർട്ട് ബേൺ, നെഞ്ചെരിച്ചിൽ, അതുപോലെ തന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ സിവിയർലി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോൺസ്, മറ്റ് കിഡ്നി ഡിസീസസ് ഒക്കെ തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ്.
ഇനി പല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അതേ രൂപത്തിൽ തന്നെ നമുക്ക് ലഭിക്കാതെ വരുന്ന അവസ്ഥകളുണ്ട്. അതായത് നമ്മൾ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു തെറ്റായ രീതി മൂലം നമുക്ക് ആസ് എ ഹോൾ ആ വൈറ്റമിൻ സി ലഭിക്കാതെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കുമ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആണ്. അതായത് നമ്മൾ വേവിക്കുമ്പോൾ ഈ വൈറ്റമിൻ സി കൂടുതലും വെള്ളത്തിൽ ലയിച്ച് ചേരുകയും അങ്ങനെ വൈറ്റമിൻ സിയുടെ ഒരു നഷ്ടം അത് ഊറ്റിക്കളയുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു 30% വൈറ്റമിൻ സി ഉള്ളതിൽ നമുക്കൊരു 10% മാത്രമായിരിക്കും നമുക്ക് വൈറ്റമിൻ സി കിട്ടാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡ്സ്, ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വൈറ്റമിൻ സിയുടെ നഷ്ടം ഒരു 50%-ഓളം വൈറ്റമിൻ സിയുടെ നഷ്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ റീഹീറ്റ് ചെയ്ത് ഫുഡ്സ് നമ്മൾ റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അവിടെയും വൈറ്റമിൻ സിയുടെ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഏത് രീതിയിലാണ്, ഏത് തരത്തിലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് വൈറ്റമിൻ സിയുടെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഡെയിലി ഒരു പോർഷൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വൈറ്റമിൻ സിയുടെ ഒരു അളവ് കുറവാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കാനുള്ള ഒരു കണ്ടീഷൻ അല്ലാതെ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെയും സപ്ലിമെൻറ്റ്സിലൂടെയും നമുക്ക് വൈറ്റമിൻ സിയുടെ കുറവ് തീർച്ചയായും നികത്താൻ സാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഉറപ്പായും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വൈറ്റമിൻ സിയെ കുറിച്ച് ഏകദേശം ഒരു അറിവ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.